കുക്കിംഗ് പോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഗാർഡനിങ്. ചെടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് പൂക്കളുണ്ടാകുന്ന ചെടികൾ. എൻ്റെ ഉമ്മച്ചിക്കും ഉമ്മച്ചിയുടെ ഉമ്മായിക്കും ചെടികൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ ഏത് വീട്ടിൽ പോയാലും അവിടെ നമ്മുടെ വീട്ടിലില്ലാത്തൊരു ചെടി കണ്ടു കഴിഞ്ഞാൽ അവരോട് ചോദിച്ച് അതിൻ്റെ ഒരു തണ്ടും വാങ്ങിച്ചുകൊണ്ടേ വരാറുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഓസ്ട്രേലിയയിലെത്തിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം ഇവിടുത്തെ വെതറാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ എല്ലാ ചെടികളും ഇവിടെ വളരും. അതിനനുസരിച്ചുള്ള വെതറാണ് ഇവിടെ ഉള്ളത്. നാട്ടിലെ പോലെ തന്നെയാണ് ബ്രിസ്ബെയിനിലെ ക്ലൈമറ്റ്. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ സമ്മർ ആകുമ്പോൾ ഇവിടെ വിൻ്റർ ആയിരിക്കും, അത്രമാത്രം. അപ്പോൾ സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും എല്ലാ ചെടികളിലും പൂക്കൾ വരും, സ്പ്രിങ് തുടങ്ങുമായി. പക്ഷേ എൻ്റെ ഗാർഡനിൽ എല്ലാ വർഷവും ഓഗസ്റ്റിലേ പൂക്കളുണ്ടാകാറുണ്ട്. ഇതൊരു വലിയ ഗാർഡനൊന്നുമല്ല, നമ്മുടെ വീടിൻ്റെ മുമ്പിലുള്ള ഒരു ചെറിയ കോർട്ട്യാർഡാണ്. ആ ചെറിയ കോർട്ട്യാർഡിൽ ഞാൻ കുറേ പൂക്കളുണ്ടാകുന്ന ചെടികൾ നട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചപ്പും ഹരിതാപവും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളതൊരു ഭംഗിയല്ലേ. ഇവിടെ ബണ്ണിങ്സ് എന്നൊരു വെയർ ഹൗസ് ഷോപ്പുണ്ട്. വലിയ ഷോപ്പാണ് കേട്ടോ. നമുക്ക് ആ ചെടികളുടെ വിത്തുകളും അതിനുള്ള വളങ്ങളും എല്ലാം നമുക്ക് ബണ്ണിങ്സിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അവിടെ കൺസ്ട്രക്ഷൻ്റെ സാധനങ്ങളും എല്ലാം ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങൾ, ഗ്രോസറി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. എനിക്ക് പോകാൻ ഇഷ്ടമുള്ള കട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബണ്ണിങ്സാണ്. നമ്മൾ ഈ വിത്ത് നട്ട് ചെടിയായി അതിലൊരു പൂ വരുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതിലധികം ഡോപ്പമിൻ റൈസർ വേറെ ഒന്നും ഉണ്ടാവില്ല.